RS ഫുട്ബോൾ ഹാമിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാ മാനുപേഷൻ സ്വാഗതം. നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് ഇന്നലെ ആരംഭിച്ച ക്ലബ് വേൾഡ് കപ്പ് അമേരിക്കയിൽ ഇന്നലെ ആരംഭിച്ചു. ഇന്റർ മിയാമി വിസസ് അൽ അഹ്ലി കെയ്റോ, ഈജിപ്ഷ്യൻ ക്ലബും ഇന്റർ മിയാമി തമ്മിലായിരുന്നു മത്സരം നടന്നത്. മത്സരം സമനിലയിൽ പിരിഞ്ഞു, 0-0 എന്ന സ്കോറിലായിരുന്നു. അപ്പോൾ കളി ഒരുപാട് പേര് ഉണ്ടാവില്ല എന്ന് വിചാരിക്കുന്നു. എന്താന്ന് പറഞ്ഞാൽ സമയം രാവിലെ പുലർച്ചെയാണ് മത്സരം നടന്നത്. ഞാൻ എന്തായാലും കളി കാണാൻ തീരുമാനിച്ചു. അങ്ങനെ 4 മണിക്കായിരുന്നു ഇവിടെ സമയം 4 മണിക്കായിരുന്നു കളി സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ ഇന്റർ മിയാമിയുടെ കളിയൊക്കെ കണ്ടിട്ട് മെസ്സി ട്രാൻസ്ഫർ സ്റ്റാർട്ടിങ്ങിൽ കണ്ടത്, അതിനുശേഷം ഇപ്പോഴാണ് ഒരു മത്സരം കാണുന്നത്. തീർച്ചയായിട്ടും മെസ്സിയുടെ കളി കാണണം എന്നുള്ള അത് ക്ലബ് വേൾഡ് കപ്പാണ്, അതിന്റെ ഫസ്റ്റ് മത്സരമാണ്. അപ്പോൾ ഇതൊക്കെ എല്ലാം കൂടി വന്നപ്പോൾ ഒന്നിരുന്ന് കാണാമെന്ന് വിചാരിച്ചു. കണ്ടു കളി. ഫസ്റ്റ് ഹാഫിൽ എനിക്ക് തോന്നി TV നിർത്തിയിട്ട് ഓഫ് ചെയ്തിട്ട് പോകാൻ തോന്നി. അത്രയും മോശം പെർഫോമൻസ് ആയിരുന്നു ഇന്റർ മിയാമിയുടെ ഭാഗത്തുണ്ടായിരുന്നു. പക്ഷെ സെക്കൻഡ് ഹാഫിൽ അത് ഇരുന്നത് മുതലായി എന്ന് പറയാം. അത്യാവശ്യം നല്ല രീതിയിൽ കളിച്ചു. 2 ഗോൾ കീപ്പർമാരുടെയും പ്രകടനം തന്നെയാണ് ഈ 0-0 എന്ന നിലയിൽ പിരിയാൻ കാരണം. അല്ലെങ്കിൽ 1-2 ഗോളൊക്കെ ഫസ്റ്റ് ഹാഫിൽ നോക്കുകയാണെങ്കിൽ ഇന്റർ മിയാമി 3 ഗോളെങ്കിലും ചുരുക്കി വാങ്ങിക്കേണ്ടതായിരുന്നു. സെക്കൻഡ് ഹാഫിൽ നോക്കുകയാണെങ്കിൽ ഇവിടെ 2 ഗോളിന് ചാൻസ് ഉണ്ടായിരുന്നു. ഗോൾഡൻ ചാൻസുകൾ കിട്ടിയിട്ടുണ്ടായത് പെനാൾട്ടി അടക്കം ഇന്റർ മിയാമിക്കെതിരെ കിട്ടിയിട്ട് അവർക്കത് മുതലാക്കാൻ പറ്റില്ല. ഇന്റർ മിയാമിയുടെ കൂടി അത് സേവ് ചെയ്തു. ആശാൻ തന്നെയാണ്, 38 വയസ്സുകാരനായ ചങ്ങായി തന്നെയാണ് മാൻ ഓഫ് ദി മാച്ച് നേടിയിരിക്കുന്നത്. ഇന്റർ മിയാമിയുടെ ഗോൾ കീപ്പറായ ഓസ്കാർ ഉസ്താരി, ഈ ചങ്ങായിയുടെ പെർഫോമൻസ് തന്നെയാണ് ഇന്നലെ ഇന്റർ മിയാമി രക്ഷിച്ചതെന്ന് പറയാം. എന്താന്ന് പറഞ്ഞാൽ നിർണായക പെനാൾട്ടി, അതിനുശേഷം ഉറച്ചെന്ന് വിചാരിച്ച ഒരു കോർണർ ഹെഡ്, അത് സേവ്. പിന്നെ എല്ലാം നോക്കിക്കഴിഞ്ഞാൽ അത്യാവശ്യം അർജന്റീനക്കാരനായ ഈ 38-കാരന്റെ സേവുകളിലൂടെയാണ് ഇന്നലെ ഇന്റർ മിയാമി രക്ഷപ്പെട്ടത്. ഇനി 2 മത്സരങ്ങളാണുള്ളത്. ആ മത്സരത്തിൽ പോർട്ടോയും അതേപോലെ ബ്രസീലിയൻ മമ്മമാരൊക്കെയായിട്ടാണ് കളി വരുന്നത്. ഈ ഒരു കളി വിജയിച്ചിട്ടാണെങ്കിൽ ഒരു അടുത്ത റൗണ്ടിലേക്ക് ഇന്റർ മിയാമിക്ക് ചാൻസ് ഉണ്ടായിരുന്നു. ഇന്നലത്തെ ഗോളി, ഈ ഉസ്താരിയുടെ ഗോളിയുടെ പ്രകടനം തന്നെയാണ് എടുത്തു പറയേണ്ടത്. എന്താന്ന് പറഞ്ഞാൽ അർജന്റീന നാഷണൽ ടീമിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോ ഇഷ്ടംപോലെ ഗോൾ കീപ്പേഴ്സാ. എത്ര ക്ലബുകളിലാണെന്നറിയോ കളിക്കുന്നത് പറഞ്ഞാല് മികച്ച പ്രകടനം. അങ്ങനെയാണ് ഇന്നലെ ഈ ഒരു ചങ്ങായുടെ സേവും കാര്യങ്ങളും ശ്രദ്ധിച്ചപ്പോഴാണ് ഇത് ഏത് രാജ്യത്തെ കളിക്കാരനെ നോക്കിയപ്പോഴാണ് അർജന്റീനയുടെ പ്ലെയറാണ്. അപ്പോൾ അർജന്റീനയ്ക്ക് ഒരു കാലത്ത് ഗോൾ കീപ്പർമാർ, റൊമാരോക്കെ വരുന്നതിന് മുമ്പ് ഗോൾ കീപ്പർ, മറഡോണയ്ക്ക് ശേഷം കുറെ കാലം ഗോൾ കീപ്പർമാരുടെ ഒരു ഇല്ലായ്മ ഉണ്ടായിരുന്നു അർജന്റീനയ്ക്ക്. ഗോൾ കീപ്പർമാരായിരുന്നു ഏറ്റവും വലിയ പ്രശ്നം ഉണ്ടാക്കിയത്. ഇപ്പോൾ അതിന് ഇഷ്ടംപോലെ ഗോൾ കീപ്പേഴ്സാണ്. അപ്പോൾ ഇന്നലെ എനിക്ക് ഇത് കണ്ടപ്പോൾ ഒന്ന് പറയാൻ തോന്നുന്നുള്ളൂ. അങ്ങനെ കളി സമനിലയിൽ അവസാനിച്ചു. ഒരു പോയിന്റ് നേടിയിട്ടുണ്ട്. പക്ഷെ ഇന്റർ മിയാമിയുടെ ഇന്ന് കുറച്ചുകൂടെ ഞാൻ പ്രതീക്ഷിച്ചാണ് കളി. പക്ഷെ ഇവര് അൽ അഹ്ലി പറയുന്ന ക്ലബ്ബ് തന്നെ നിസ്സാരക്കാരല്ല, ആഫ്രിക്കൻ ചാമ്പ്യന്മാരാണ്. അതേപോലെ തന്നെ ഈജിപ്തിലെ നമ്പർ 1 ക്ലബ്ബാണ്. അതിനുള്ള അവരുടെ പ്ലേയേഴ്സിന്റെ ഫിസിക്കാലിറ്റിയും കാര്യങ്ങളൊക്കെ നോക്കിയാൽ നമുക്ക് മനസ്സിലാൻ പറ്റും. അത്യാവശ്യം നല്ല രീതിക്ക് അവർ ഫസ്റ്റ് ഹാഫിൽ കൗണ്ടറും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല രീതിക്ക് കളിക്കുന്നുണ്ടായിരുന്നു. പിന്നെ എടുത്ത് പറയേണ്ട ഒരു കാര്യം, എന്തിനാണ് മെസ്സിയെ ഇത്ര നേരത്തെ നിങ്ങൾ യൂറോപ്പിൽ നിന്ന് പോയത്? ശരിക്കും പറഞ്ഞാൽ എനിക്ക് അങ്ങോട്ട് ഭയങ്കര വിഷമമായി കളി കഴിഞ്ഞപ്പോൾ. ഈ മെസ്സിയുടെ കളി ഒരു 2-3 വർഷമൊക്കെ നമുക്ക് യൂറോപ്പിലെ അതേ ക്ലബ്ബിൽ കാണേണ്ടതായിരുന്നു. ഈ അമേരിക്കയിൽ പോയിട്ട് നമ്മുടെ കളികളൊക്കെ ഈ 4, 3, 5 മണിക്കൊക്കെ കളികൾ. നമ്മളിവിടെ വന്ന് ഒരു 12 മണിക്ക് ഡ്യൂട്ടി കഴിഞ്ഞ് എത്തി ഒന്ന് റീഫ്രഷ് ഒക്കെ ആയി ഒന്ന് ഉറങ്ങുമ്പോൾ തന്നെ 2-3 മണിയാവും. ആ സമയത്ത് ഇങ്ങനെ ഇന്റർ മിയാമിയുടെ കളിയൊന്നും ഫോളോ ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയാണ്. അതുകൊണ്ട് മാത്രമാണ് കളി കാണാൻ പറ്റാത്തത്. പക്ഷെ ഇന്നലെ മെസ്സിയുടെയും സുവാരസിന്റെയും ബുസ്കറ്റ്സിന്റെയും ഒക്കെ ഒരു കളി കാണണം എന്നുള്ളത് തന്നെ ഇരുന്ന് കണ്ടത്. എനിക്ക് തീർച്ചയായിട്ടും മെസ്സിയുടെ ആ ഒരു തീരുമാനം, മെസ്സി തീരുമാനിച്ചത് ഒക്കെ ആയിരിക്കാം, ആൾക്ക് നേടേണ്ടതെല്ലാം നേടിക്കഴിഞ്ഞു. കോപ്പ അമേരിക്ക, വേൾഡ് കപ്പ്, ഒരു ക്ലബ് വേൾഡ് തലത്തിൽ എല്ലാം, വാലന്റിയർ മുതൽ എല്ലാം നേടിക്കഴിഞ്ഞു. ഇനി ഒന്നുമില്ല. അപ്പൊ ആളുടെ ഒരു തീരുമാനം എന്ന് പറഞ്ഞാൽ ഇനിയുള്ള കാലം ഇന്റർ മിയാമി പോയിട്ട് അമേരിക്കയിൽ പോയിട്ട് റെസ്റ്റ്, അതേപോലെ കൂട്ടുകാരന്മാരായ സുവാരസ്, ബൂസ്കറ്റ്സ്, അതേപോലെ ജോഡി ആൽബ, ഇവരുടെ കൂടെയൊക്കെ കളിച്ചിട്ട് അവസാനം ഒരു എൻജോയ് ചെയ്തിട്ടുള്ളൊരു ഗെയിം കളിച്ചിട്ട് അവിടെ അങ്ങനെ ലൈഫ് കൊണ്ടുപോകാനായിരിക്കും തീരുമാനിച്ചത്. പിന്നെ ഒരു കാര്യം കൂടി ഉണ്ട് മെയിനായിട്ട്, അടുത്ത 2026 വേൾഡ് കപ്പ് വരാൻ പോകുന്നത് അമേരിക്കയിലാണ്. ആശാൻ അതും കൂടി ഒന്ന് കണ്ടിട്ടുണ്ട്. പിന്നെ ഡേവിഡ് ബെക്കാമിന്റെ ക്ലബ്ബാണ്, അതിൽ കുറച്ച് ഷെയറും കാര്യങ്ങളൊക്കെ മെസ്സിക്ക് ഉണ്ടെന്നൊക്കെ അറിയപ്പെടുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ആള് അങ്ങനത്തെ ഒരു ഇതാണ് ഉദ്ദേശിക്കുന്നത്. അല്ലെങ്കിൽ ആൾക്ക് തീർച്ചയായിട്ടും 2-3 കൊല്ലം നേരത്തെ കളിയൊക്കെ കണ്ട ഫ്രീക്കൊക്കെ കണ്ടപ്പോൾ എനിക്ക് പൊട്ടച്ചോനെ ഒരു രക്ഷയില്ലാത്ത ഫ്രീക്കിക്ക്. ആ ഫ്രീക്കിക്ക് ഞാൻ ഗോൾ പോസ്റ്റിന്റെ ഉള്ളിൽ കയറുന്നല്ലേ വിചാരിച്ചത്. എല്ലാവരും ഇങ്ങനെ നിൽക്കുന്നു, ഞാൻ ഗോളൊന്നും കാണിക്കുന്നില്ല, മെസ്സി ഒരു സെലിബ്രേഷൻ ഇല്ല എന്ന് നോക്കിയപ്പോഴാണ് സാധനം ബാറിന്റെ ഒരസ്റ്റിട്ട് ആ നെറ്റിലൂടെ കയറിയിട്ടാണ് പോകുന്നത്. അതേപോലെ അവസാനം ആ ഒരു ഷോർട്ട് കോർണർ എടുത്തിട്ട് ആ പെനാൽറ്റി ബോക്സിന്റെ പുറത്തുനിന്ന് ആ സൈഡിൽ നിന്ന് റൈറ്റ് സൈഡിൽ നിന്ന് ഒരു കിക്ക് എടുത്തു. പൊന്നു മോനെ, എനിക്ക് പഴയ മെസ്സിനെയൊക്കെ ഓർമ്മ വന്നു. ഈ സാധനം
അല്ലഹലിയുടെ കീപ്പർ കയ്യിൽ ടച്ച് ഇല്ലെങ്കിൽ ആ സാധനം അതിൻ്റെ ഉള്ളിൽ ഇറങ്ങി കേട്ടായിരുന്നു. അത്രയും മനോഹരമായിട്ട് ആ ഒരു മഴവില്ല് കണക്കാണ് ആ സാധനം വന്നത്. ഈ ഗോൾ അടിക്കുന്ന തൊട്ട് മുമ്പ് ഫിഫ പ്രസിഡന്റ് സ്പീഡും റൊണാൾഡോ ഒക്കെ ഇരുന്നിട്ട്, അപ്പോൾ ഫിഫ പ്രസിഡന്റ് പറയുന്നത് നീ നോക്കിക്കോ, സ്പീഡിനോട് പറയുന്നുണ്ട്. സ്പീഡ് ആണെന്നറിയാലോ, ഇൻഫ്ലുവൻസറാണ്, ടിക്ടോക്കറാണ്, യൂട്യൂബറാണ്, ചങ്ങായി മില്യൺസ് ഫോളോവേഴ്സ് ഉള്ള ചങ്ങായിയാണ്. അപ്പോൾ ഈ ചങ്ങായിയോട് പറയുന്നുണ്ട് ഫിഫ പ്രസിഡന്റ് നീ നോക്കിയോ അത് മെസ്സിയുടെ ഗോൾ അടിക്കുമ്പോൾ അതേ സ്പോട്ടിൽ എഴുതി വെച്ച പോലെ ആ ബോള് ആ കോർണറിന്റെ ആ ഭാഗത്ത് നിന്ന് ഗോൾ വരുന്നു. അത് എല്ലാവരും പ്രതീക്ഷ ലാസ്റ്റ് മിനിറ്റ് വിന്നായിട്ട് മെസ്സിക്ക് ആ ഒരു ഗോളിൽ ലീഡിൽ ജയിക്കാൻ പറ്റുമെന്ന് വിചാരിച്ചാൽ അത്രയും സൂപ്പറായിട്ട് ആ ചങ്ങായിന്റെ കയ്യിൽ തട്ടിയിട്ടാണ്, ഗോൾ കീപ്പർ കയ്യിൽ തട്ടി പോസ്റ്റിൽ തട്ടിയിട്ട് പുറത്തു പോയി. അത് ഗോളായിരുന്നെങ്കിൽ വേറെ ലെവല്. മെസ്സി തന്നെയാണ് ഈ മൊത്തം ടീമിന്റെ ക്രിയേഷൻസും കാര്യങ്ങൾ. മിഡ്ഫീൽഡ് ബുസ്കറ്റ്സിന്റെ പഴയ നിഴലിലുള്ള ഫോമേ ഉള്ളൂ. അതേപോലെ എടുത്ത് പറയേണ്ട സുവാരസിന്റെ ഒരു കളി പ്രതീക്ഷയിലാണ് ഇരുന്നത്. സുവാരസിനെ കൊണ്ടൊന്നും ഒന്നും ആവുന്നില്ല. എന്താ പറഞ്ഞാല് വയസ്സായി 36-37 വയസ്സിലേക്ക് എടുത്തെത്തിക്കൊണ്ടിരിക്കുകയാണ്. അതേപോലെ സ്ട്രൈക്കർ ആകുമ്പോൾ അതിനനുസരിച്ചുള്ള റണ്ണിങ്ങും ഫിസിക്കാലിറ്റിയും അത്ലറ്റിക്സിന്റെ ആ ഒരു ഇതൊക്കെ വേണം. അതൊക്കെ പോയിട്ടുണ്ട്. എനിക്ക് ആ പണ്ടത്തെ ബാഴ്സയിലും ലിവർപൂളിലൊക്കെ കണ്ട സുവാരസും തൂൾ നോക്കിയപ്പോൾ പ്രായമായതുകൊണ്ട് തന്നെയാണ് ഈ വെറ്റനറി താരങ്ങളുടെ കളി പോലെയാണ് എനിക്ക് ചില സമയത്തൊക്കെ തോന്നിയത്. അതേപോലെ ബുസ്കറ്റ്സ് പറഞ്ഞാൽ പണ്ടും ഫിസിക്കലായിട്ടുള്ള ഒരു അത്ലറ്റിക്സിന്റെ റണ്ണിങ് കാര്യങ്ങളൊന്നും ഇല്ലാണ്ട് ക്രിയേറ്റ് ചെയ്യുന്നത്. പക്ഷെ ഇവിടെ അതിനും ആള് മോശം വീക്കായിട്ടുണ്ട്. കാരണം പ്രായം തളർത്തിക്കൊണ്ടിരിക്കുകയുള്ളവരെ. അപ്പോൾ എനിക്ക് ഒന്നേ പറയാനുള്ളൂ, മെസ്സി ഇത്ര നേരത്തെ പോകണ്ടായിരുന്നു. നമുക്കൊരു 2-3 വർഷമൊക്കെ രാത്രികളിൽ 11 മണി 12 മണിയൊക്കെ ഇവിടെ യുഎയിലൊക്കെ ഇരുന്നും നാട്ടിലിരുന്നിട്ടൊക്കെ 1 മണിക്കൊക്കെ ഇരുന്ന് മെസ്സിയുടെ കളിയാണെന്ന് പറഞ്ഞാൽ അത് ത്രില്ലിംഗ് ആയിട്ട് ഇരുന്ന് കാണേണ്ട കളിയായിരുന്നു. അത് ഏത് ക്ലബ്ബിൽ കളിച്ചായിരുന്നെങ്കിലും. അപ്പോൾ അതിനുള്ളൊരു അവസരം മെസ്സി നമുക്ക് തന്നില്ല. എന്തായാലും ഒരുപാട് കാലം നമ്മളെ ഫുട്ബോള് കാണാൻ പ്രേരിപ്പിച്ച, നമുക്ക് കുറെ സന്തോഷങ്ങൾ തന്ന വ്യക്തിയാണ്. അപ്പൊ എന്തായാലും ആളുടെ ഫാമിലി കാര്യങ്ങളൊക്കെയാണ്. അതിന്റെ കൂടെ ഈ വേൾഡ് കപ്പ് 2026 വേൾഡ് കപ്പ് ഉണ്ട്. അപ്പൊ അമേരിക്കയിലെ എനിക്ക് ഇപ്പോഴത്തെ ക്ലൈമറ്റും ഈ ഒരു ക്ലബ് വേൾഡ് കപ്പിൽ നടക്കുന്ന ഒരു ക്ലൈമറ്റും കാര്യങ്ങളും നോക്കുമ്പോൾ ഭയങ്കര ചൂടാണ്. ഇന്നലെ തന്നെ പ്ലേയേഴ്സ് ഒക്കെ അത്രയും ക്ഷീണിതരായിട്ടാണ് കളിക്കുന്നത്. പിന്നെ ഈ അല്ലഹലിയുടെ കാര്യം എടുത്ത് പറയുകയാണെങ്കിൽ അവരുടെയും ഗോൾ കീപ്പർ അത്യാവശ്യം നല്ല രീതിക്ക് സേവ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഉറച്ച 1-2 ചാൻസുകളൊക്കെ ആശ നല്ല രീതിക്ക് തട്ടി മാറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഗോൾ കീപ്പർമാരുടെ ഒരു കളി തന്നെയായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് നല്ല 0-0 അവസാനിച്ചത്. പിന്നെ പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഇനി ഉള്ള മത്സരങ്ങളിൽ ഇന്റർ മിയാമിക്ക് ജയിക്കണമെങ്കിൽ അത്യാവശ്യം സുവാരസിന് പകരം നല്ലൊരു സ്ട്രൈക്കർ ഉണ്ടെങ്കിൽ അവനെയൊക്കെ ആളിലേക്ക് ഇറക്കി കളിപ്പിക്കണം. അതേപോലെ മിഡ്ഫീൽഡിൽ കുറച്ചുകൂടി ക്രിയേഷൻ ആയിട്ട്, ഇത് ബാക്കിൽ നിന്ന് നേരെ മിഡ്ഫീൽഡിലേക്കൊന്നും വരുന്നില്ല, സൈഡ് വിങ്ങുകളിലൂടെ കളി വരുന്നുണ്ട്. മെസ്സി ക്രിയേറ്റ് ചെയ്യുന്നു. മറ്റ് ആളെ കൊണ്ട് മെസ്സിനെ കൊണ്ടും താങ്ങാൻ പറ്റുന്നുണ്ട്. ഒരിട്ട പ്ലെയറിനെ കൊണ്ട് എന്തായാലും ഒരു ടീമിന് മൊത്തം ഏറ്റെടുക്കുക എന്ന് പറഞ്ഞാൽ അത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അതാണ് ഇപ്പോൾ ഇന്റർ മിയാമി നടന്നുകൊണ്ടിരിക്കുന്നത്. എന്താന്ന് പറഞ്ഞാൽ സപ്പോർട്ടിന് ആൾക്കാരില്ല, ഒരു നല്ല സ്ട്രൈക്കർ വേണം. സുവാരസിനെയൊക്കെ ബെഞ്ചിലിരുത്തിയിട്ട് അവസാനത്തെ ഒരു 20 മിനിറ്റൊക്കെ കളിപ്പിക്കേണ്ട ചാൻസ് ഉള്ളൂ. എനിക്കറിയില്ല എന്താന്ന് പറഞ്ഞാൽ അമേരിക്കൻ ലീഗിൽ ഇവര് ട്രോഫിയൊക്കെ അടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനിയും ഓരോ വർഷങ്ങൾ കഴിയുമ്പോഴും ഏജ് കൂടി വരില്ല. അപ്പൊ എനിക്ക് തീർച്ചയായിട്ടും ഈ ഒരു 11 കൊണ്ട് പോയി കഴിഞ്ഞാൽ ഫസ്റ്റ് റൗണ്ട് കടക്കാൻ തന്നെ പണിയായിരിക്കും. സെക്കൻഡ് ഹാഫിൽ കുറച്ച് സബ്സ്റ്റിറ്റ്യൂഷനും കാര്യങ്ങളൊക്കെ വന്ന ശേഷമാണ് കുറച്ചെങ്കിലും മെച്ചപ്പെട്ടൊരു ഇന്റർ മിയാമിയെ കാണാൻ കഴിഞ്ഞത്. അല്ലെങ്കിൽ അഹലി ഇന്റർ മിയാമിയെ പരാജയപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. ഭാഗ്യം കൊണ്ട് മാത്രമാണ് കഴിച്ചലായതെന്ന് പറയാം. ഇവരുടെ ഒരു സ്റ്റാറ്റസിലേക്ക് വരികയാണെങ്കിൽ 11 ഷോട്ടുകളാണ് എടുത്തത് അൽ അഹലി. അതിൽ 8 ഓൺ ടാർജറ്റിലേക്ക് ആയപ്പോൾ ഇന്റർ മിയാമി 14 ഷോട്ടുകൾ എടുത്ത് അതിൽ 6 മാത്രമാണ് ഓൺ ടാർജറ്റിലേക്ക് വന്നത്. ഷോട്ട് ഓൺ ടാർജറ്റിലേക്ക് വന്നത് 44% ബോൾ പൊസിഷൻ ഉണ്ടെന്ന് അൽ അഹലിക്ക്, 56% ഇന്റർ മിയാമിക്ക് സെക്കൻഡ് ഹാഫിൽ കുറച്ചുകൂടെ ഗോൾ പൊസിഷൻ ഉണ്ടായിരുന്നത്. അതേപോലെ പാസസ് വന്നിട്ട് 396 പാസുകൾ അൽ അഹലി കംപ്ലീറ്റ് ചെയ്തപ്പോൾ 490 പാസുകൾ ഇന്റർ മിയാമി. അതിൽ കൂടുതലും ബുസ്കറ്റ്സിന്റെ ആയിരുന്നു പാസ് ഉണ്ടായിരുന്നത്. അതിൽ പാസിംഗ് ആക്യുറസി നോക്കണമെങ്കിൽ 88% ഉണ്ടായിരുന്നു അൽ അഹലി, 87% ഇന്റർ മിയാമി ഉണ്ടായിരുന്നു. ഫൗൾസും കാര്യങ്ങളൊന്നും പറയാനില്ല. കോർണേഴ്സ് വിൻ ചെയ്ത് 10 കോർണേഴ്സ് വിൻ ചെയ്തിട്ടുണ്ടായിരുന്നു ഇന്റർ മിയാമി. അതേപോലെ 4 കോർണർ മാത്രമാണ് അൽ അഹലി വിൻ ചെയ്തത്. ആ ഇന്റർ മിയാമി 2 കോർണറൊക്കെ ശരിക്കും പറഞ്ഞാൽ ഡയറക്റ്റ് കോർണർ കിക്കുന്ന ബോക്സിന്റെ ഉള്ളിലോട്ടാണ് മെസ്സി അടിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പൊ അതിന്നൊക്കെ ഒരു ഗോൾ ഗോൾ ലൈൻ ഇതുണ്ടായിരുന്നു, അതൊക്കെ രക്ഷപ്പെടുത്തിയിട്ടാണ് അവർ ആ ഗോളിൽ നിന്ന് രക്ഷപ്പെട്ടത്. അങ്ങനെ സെക്കൻഡ് ഹാഫിൽ അത്യാവശ്യം നല്ല രീതിക്ക് കളിച്ചിട്ടാണ് ഇന്റർ മിയാമി കളി തിരിച്ചു വന്നത്. ഇതോടുകൂടി ഈ വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്ത് പുതിയ വിശേഷങ്ങളുമായി വീണ്ടും കാണുന്നവരെ ടാറ്റാ ബൈ ബൈ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ബട്ടൺ അടുത്തുള്ള ബെൽ ഐക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് ഞങ്ങളുടെ പുതിയ വീഡിയോ നോട്ടിഫിക്കേഷൻ അയച്ചു തരുന്നതായിരിക്കും.